നമ്മുടെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം തരും. നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആഇനെ ആരംഭിക്കുക. ഈ ദിവസത്തിന് ശേഷം നീ ഒരിക്കലും ആരാധിക്കപ്പെടുകയില്ല. ഏതായിരുന്നാലും വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, നാം ഒക്കെ മനുഷ്യരാണ്. നമുക്ക് ധാരാളം ആവശ്യമുള്ളവരാണ്. എല്ലാ ആവശ്യങ്ങളും നമുക്ക് നടത്തിത്തരേണ്ടത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിരന്തരം ആവശ്യപ്പെടേണ്ടതും അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് നിരന്തരം നാം ചോദിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം തരും. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ യസ്തഹയി മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ലജ്ജയുള്ളവനും മാന്യനുമാണ്. തൻ്റെ അടിമ അവനിലേക്ക് ഇരു കരങ്ങളും നീട്ടി ദുആ ചെയ്താൽ ആ കരങ്ങളെ ശൂന്യമായി തട്ടിക്കളയുക എന്നുള്ളതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നതാണ്. അങ്ങനെ തട്ടിക്കളയുന്നതിനെ അല്ലാഹു തആല ലജ്ജിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്ന് നമുക്കൊക്കെ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം തരും. ആ പ്രാർത്ഥനയാണ് മുഅ്മിനായ മനുഷ്യന്റെ ആയുധം എന്നുള്ളത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെ ആയുധം യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ് എങ്കിൽ, എത്ര വലിയ പ്രതിസന്ധിയാണ് എങ്കിലും, എത്ര വലിയ വിഷമമാണ് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം തരും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് ബദറിന്റെ ദിനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വിശുദ്ധ റമളാനിലാണല്ലോ ബദർ യുദ്ധം സംഭവിച്ചത്. കേവലം 313 പരം വരുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, അവർക്ക് എല്ലാവർക്കും ആയുധമില്ല. വിഷം തൊട്ടിയ വയറുമായിട്ടാണ് അവർ വരുന്നത്. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതായിരുന്നില്ല. കച്ചവട സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സ്വത്ത് എടുത്തുകൊണ്ട് ശത്രുപക്ഷം അത് കച്ചവടാവശ്യാർത്ഥം കൊണ്ടുപോകുമ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി പുറപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു പ്രത്യേക ഘട്ടത്തിൽ യുദ്ധത്തിന്റെ വക്കിലെത്തി. അങ്ങനെ നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. എല്ലാവരുടെ കയ്യിലും ആയുധമില്ല, കുതിരകളില്ല, വേണ്ട വാഹനങ്ങളില്ല. ശത്രുപക്ഷത്തോ അവർ എല്ലാത്തിനും റെഡിയായിട്ട് വളരെ ആവേശത്തോടുകൂടെ, എല്ലാവരുടെ കയ്യിലും ആയുധം, എല്ലാവർക്കും വാഹനം തുടങ്ങി എല്ലാവരും നന്നായി ഭക്ഷിച്ചുകൊണ്ട് ആഘോഷത്തിലായിരുന്നവർ യുദ്ധത്തിന് വന്നത്. 1000-ലധികം വരുന്ന ശത്രുക്കളുണ്ട്. അവർ കേവലം 313 പരം വരുന്ന ഈ സ്വഹാബത്തുൽ കിറാമിന്റെ മുന്നിൽ, മുസ്ലിം സൈന്യത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. എന്തായിരുന്നു കാരണം? അത് പ്രാർത്ഥനയായിരുന്നു. ബദറിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘനേരം നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ ഇൻ ശിഅത ലം തുഅബദ് ബഅദൽ യൗമി അബദാ. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഈ ദിവസത്തിന് ശേഷം നീ ഒരിക്കലും ആരാധിക്കപ്പെടുകയില്ല. ഈ ദിവസം ഞങ്ങൾ പരാജയപ്പെടുകയാണ് എങ്കിൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തി.
അള്ളാഹുവിനോട് മുത്തുനബി പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ കൂടെയുള്ള ഈ സ്വഹാബത്തുൽ കിറാം അവരിൽ പലരും നഗ്നപാതരാണ്, ചെരുപ്പില്ലാത്തവരാണ്. അവർക്ക് നീ ചെരുപ്പ് ധരിപ്പിക്കണം. ഞങ്ങളിൽ പലരും വസ്ത്രമില്ലാത്തവരാണ്, നീ വസ്ത്രം ധരിപ്പിക്കണം. പലരും വിശന്നവരാണ്, നീ വയറ് നിറച്ച് ഭക്ഷിപ്പിക്കണം. പാവങ്ങളാണ്, നീ സഹായിക്കണം എന്ന് തുടങ്ങിയ പ്രാർത്ഥന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ രാത്രിയിൽ അതാ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച്, ബദറിൽ വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തന്നു. ബദർ യുദ്ധം നടന്നപ്പോൾ ശത്രുപക്ഷം പരാജയപ്പെട്ടു. അവർക്ക് ജയിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ടായിട്ട് പോലും അവർ പരാജയപ്പെട്ടു. പ്രാർത്ഥനയുടെ പവറായിരുന്നു അത്. ബദറിൽ മലക്കുകളുടെ സഹായം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ശത്രുപക്ഷം എത്ര ശക്തരായിട്ടെന്ത് ഈ ഒരു ചെറു സൈന്യത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. അതാണ് പ്രാർത്ഥനയുടെ ഫലം. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രാർത്ഥന നടത്തുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവനാണ്. മനുഷ്യരെ പോലെയല്ല. മനുഷ്യനോട് ഒരു ആവശ്യം നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നാൽ മനുഷ്യർക്ക് വെറുപ്പാണ്. നമ്മോടൊരാൾ ഒരു 10 രൂപ കടം ചോദിച്ചാൽ ഇടക്കിടക്ക് ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് വെറുപ്പായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാകുന്നു. വലിയ സ്നേഹമാണ് നമ്മോട് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ട വിശുദ്ധ മാസമാണ് റമളാൻ എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ റമളാനിൽ നമ്മുടെ സർവ്വ ആവശ്യങ്ങളും അള്ളാഹുവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരുന്നതാണ്. ഇവിടെ പലർക്കും ഒരു സംശയമുണ്ടാകും. ഞങ്ങളൊക്കെ പലപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ, എന്തുകൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല? ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഒരുപാട് അദബുകളും മര്യാദകളും നാം പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ചില ഹദീസുകൾ ഞാൻ സൂചിപ്പിക്കുന്നു. ആ ഹദീസുകളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുത്തുനബി പറയുന്നു, സലുല്ലാഹ ബിബുത്തൂനി അകുഫിക്കും വലാ തസ്അലൂഹു ബിളുഹൂരിഹാ ഫഇദാ ഫറഗ്തും ഫംസഹൂ ബിഹാ വുജൂഹക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ മുൻകൈയിന്റെ ഉൾഭാഗങ്ങൾ മേൽപോട്ടുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. വലാ തസ്അലൂഹു ബിബുത്തൂനിഹാ, മുൻകൈയിന്റെ പുറം ഭാഗം കൊണ്ട് നിങ്ങൾ ചോദിക്കരുത്. ഫഇദാ ഫറഗ്തും, നിങ്ങൾ ദുആയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫംസഹൂ ബിഹാ വുജൂഹക്കും, ആ കൈകളെ കൊണ്ട് നിങ്ങൾ മുഖം തടവണം. എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഇരു കരങ്ങളുടെയും ഈ ഉൾഭാഗം, വെളുപ്പ് കാണുന്ന ഭാഗം, അത് മുകളിലോട്ട് ഉയർത്തിയിട്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അതേസമയം പുറം ഭാഗം മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് അല്ല ദുആ ചെയ്യേണ്ടത്. ദുആ കഴിഞ്ഞതിന് ശേഷം 2 കരങ്ങളെ കൊണ്ടും മുഖം പ്രത്യേകം തടവുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. ഇതാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ദുആഇന്റെ ഒരു അദബാണ്, ഒരു സുന്നത്താണ്. ദുആഇന്റെ ഒരു രീതി ഇങ്ങനെയാണ്. അള്ളാഹുവിനോടാണല്ലോ നാം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ചില അദബുകളും സുന്നത്തുകളും നാം പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദുആഇന്റെ മറ്റൊരു അദബാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ സ്വല്ല അഹദുക്കും ഫല്യബ്ദഅ ബിതഹ്മീദില്ലാഹി വസ്സനാഇ അലൈഹി ثم يصلي على النبي صلى الله عليه وسلم ثم يدعو بعد بما شاء. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫല്യബ്ദഅ ബിതഹ്മീദില്ലാഹി വസ്സനാഇ അലൈഹി, നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആഇനെ ആരംഭിക്കുക. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. അതുകൊണ്ട് ദുആ തുടങ്ങേണ്ടത്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ്, ബിസ്മി കൊണ്ടല്ല. ബിസ്മി കൊണ്ട് തുടങ്ങേണ്ട പലതും ഉണ്ട്. ഏകദേശം കൂടുതൽ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മിയാണ് വേണ്ടത്. അതേസമയം ദുആ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടാണ്. ഖുതുബ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ ഹംദ് കൊണ്ട് തുടങ്ങണമെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുആ. ദുആ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന് തുടങ്ങുന്ന അക്മലുൽ ഹംദ്, പരിപൂർണമായ ആ ഹംദ് അത് ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ ആല് അസ്ഹാബിന്റെ പേരിലുമൊക്കെയുള്ള സ്വലാത്ത് കൂടെ ചൊല്ലിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് നാം നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉത്തരം തരുന്നതാണ്. അതുപോലെ തന്നെ ദുആഇന്റെ അവസാനത്തിലും സ്വലാത്തു ചൊല്ലണം, ഹംദ് ചൊല്ലണം. ദുആ അവസാനിച്ചതിന് ശേഷം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ നാം ആദ്യം സ്വലാത്തു ചൊല്ലി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, അത് സ്വലാത്താണ്. അവസാനം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ഹംദാണ്. അപ്പോ ഹംദും സ്വലാത്തും ദുആഇന്റെ തുടക്കത്തിലെന്ന പോലെ അവസാനത്തിലും ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ് ദീർഘനേരം നാം ദുആ ചെയ്യുമ്പോഴൊക്കെ ആ ദുആഇന്റെ ഇടക്ക് സ്വലാത്ത് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. നാം കുറച്ചു നേരം ദുആ ചെയ്യുകയാണ് എങ്കിൽ കുറഞ്ഞ കാര്യങ്ങൾ ദുആ ചെയ്തതിന് ശേഷം വീണ്ടും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലുക. വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ ഇടക്ക് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന, പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന ധാരാളം സമയങ്ങളുണ്ട്, ധാരാളം സന്ദർഭങ്ങളുണ്ട്, ധാരാളം സ്ഥലങ്ങളുണ്ട്. വിശുദ്ധ റമദാൻ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്, അതൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണ്. ദുആക്ക് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു പ്രത്യേക സമയം, ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് വല്ല കാര്യവും ദുആ ചെയ്യുകയാണ് എങ്കിൽ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, കുറഞ്ഞ സമയം, മുത്തുനബി കൈകൊണ്ട് സൂചിപ്പിച്ചു തന്നു, വളരെ കുറഞ്ഞ സമയം. ആ സമയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ, ആ സമയത്തിനോട് നിങ്ങളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും എന്നതിൽ സംശയം ഇല്ല. അതേതാണ് സമയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തന്നിട്ടില്ല. അതെന്തിനു വേണ്ടി? വെള്ളിയാഴ്ച രാവും പകലും പൂർണ്ണമായും ആ ദിവസത്തിനെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് നാം ഇബാദത്തിൽ ഏർപ്പെടാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി. ആ സമയം ഖതീബ് മിമ്പറിൽ കയറുന്ന സമയമാണ് എന്നും രണ്ട് ഖുതുബകൾക്കിടയിൽ ഖതീബ് ഇരിക്കുന്ന സമയമാണ് എന്നും പല അഭിപ്രായങ്ങളും ഉണ്ട്. പല പണ്ഡിതന്മാരും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. ചിലര് പറഞ്ഞു വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്, മറ്റു ചിലർ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രിയിലാണ്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. വെള്ളിയാഴ്ച മുഴുവനും നാം പ്രത്യേകം ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമാണ്. ആ ദിവസത്തിൽ ഈ ഒരു പ്രത്യേക ഇജാബത്തുള്ള സമയം ഏതാണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നാം കൂടുതൽ വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദിക്ർ, മറ്റുള്ള നിസ്കാരങ്ങൾ, മറ്റുള്ള ഖുർആൻ പാരായണം തുടങ്ങിയ മറ്റുള്ള കർമ്മങ്ങൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് നോമ്പുകാലമാണ്, നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. രാവിലെ മുതൽ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന മുഅ്മിൻ
ആ മുഅ്മിനായ മനുഷ്യന് നോമ്പ് തുറക്കാനിരിക്കുന്ന നോമ്പിന്റെ അവസാന ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പലപ്പോഴും ആ ഒരു സമയം നാം നഷ്ടപ്പെടുത്താറുണ്ട്. പലപ്പോഴും ആ ഒരു സമയം നോമ്പ് തുറയുടെ തിരക്കിലായി, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായി, അല്ലെങ്കിൽ നോമ്പ് തുറയോടനുബന്ധിച്ച്, നോമ്പ് സൽക്കാരത്തിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്ന തിരക്കിലായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കിലായി ആ സമയം അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതൊക്കെ ആ സമയത്ത് ചെയ്യാം. ആ സമയത്ത് ഭക്ഷണം പാകം ചെയ്യലും മറ്റുള്ള വിഭവങ്ങൾ ഒരുക്കലും ഒക്കെ നടക്കട്ടെ. അതോടുകൂടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ പൂർണ്ണരൂപമാണ് കൈ ഉയർത്തിയും ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലി കൃത്യമായ രൂപത്തിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് വുളൂഓട് കൂടെയൊക്കെ ദുആ ചെയ്യുക എന്നുള്ളത് ഒരു പൂർണ്ണ രൂപമാണ്. എങ്കിലും നമ്മുടെ മനസ്സകത്തിൽ ഏതൊരു സമയത്തും പ്രാർത്ഥനയുണ്ടാകണം. അതുകൊണ്ട് നോമ്പ് തുറയോടടുക്കുന്ന ആ സമയത്ത് പ്രത്യേകിച്ച് സഹോദരിമാർക്ക് അങ്ങനെ ചെയ്യാനല്ലാതെ നിർവാഹമില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരിക്കും അവർ. പരമാവധി നേരത്തെ ഭക്ഷണം പാകം ചെയ്ത് ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മുടെ ജോലികളെല്ലാം ഫ്രീ ആകുന്ന രൂപത്തിൽ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്താൽ നമുക്കും ആ ഒരു 10 മിനിറ്റ് സമയം ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലുമായി കഴിച്ചു കൂട്ടാൻ സാധിക്കും. അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭക്ഷണം പാകം ചെയ്യുന്നിടത്തോളം അത് വിളമ്പുന്നിടത്തുമൊക്കെ ഒന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ചെയ്യുകയാണ് എങ്കിൽ മഗ്‌രിബ് ബാങ്കിന്റെ 10 മിനിറ്റ് മുമ്പെങ്കിലും നമുക്കത് നിർത്തിവെക്കാൻ സാധിക്കുകയും അവസാനത്തെ ആ 10 മിനിറ്റിൽ നമുക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് തുടങ്ങുന്ന തസ്ബീഹ് അത് ചൊല്ലാം. കൂട്ടത്തിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സുരുകി അള്ളാഹുവിനോട് പറയുകയും ചെയ്യാം. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയങ്ങൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബിയോട് ചോദിച്ചു, അയ്യു ദുആഇ അസ്മഅ, ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജൗഫൽ ലൈലിൽ ആഖിറ, രാത്രിയുടെ പകുതി പിന്നിട്ടതിന് ശേഷമുള്ള സമയം. അതുപോലെ തന്നെ സ്വലവാത്തിൽ മക്തൂബാത്ത്, 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനക്കും പ്രത്യേകം ഉത്തരമുണ്ട്. റമദാനാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഏതായിരുന്നാലും നാം അത്താഴം കഴിക്കാൻ വേണ്ടി സുബഹിക്ക് കുറച്ച് മുമ്പ് എഴുന്നേൽക്കും. ആ ഒരു സമയത്ത് നാം ദുആ ചെയ്യാൻ ഒരു സമയം കണ്ടെത്തിയാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു തആല ഉത്തരം തരും. 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. ഇങ്ങനെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാവുന്ന, ഉത്തരം പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഞങ്ങൾ പാപികളാണ്, പാപങ്ങൾ പൊറുക്കണം റഹ്മാനെ. രോഗികളുണ്ട്, ശിഫാഹ് നൽകണം റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട്, നീ വീട്ടിത്തരണം അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീട് നൽകണം റഹ്മാനെ. പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്തിന് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.